അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. പുതിയൊരു സീരീസ് നമ്മൾ തുടങ്ങിയിരുന്നു, ബെഡ്റോക്ക് എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസ്, ജാവ എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. നമ്മൾ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിരുന്നു. അവിടെ ഞാനൊരു കാണുന്നത് പോലെ അവിടെ ഒളിച്ചു നോക്കുന്നത് കള്ളൻ ഒറ്റക്കാന്ന് തോന്നുന്നു. അവിടെ മൊത്തം ആൾക്കാർ ഇവനെ വന്നിട്ട് എനിക്ക് ഇതിന്റെ കൺട്രോൾ ശരിയാകുന്നില്ല. അതെ, ഓക്കെ, ഓടിക്കോ എൻ്റെ മോനെ. എൻ്റെ അടുത്ത് ആകെ ആർമർ, കോപ്പർ ആർമറേ ഉള്ളൂ. അത് വെച്ച് അവൻ അടിക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ റിവെഞ്ച് ചെയ്യും. ഓക്കെ, ജസ്റ്റ് മോളോട്ട് ഇതാണ് നമ്മളെ ഇന്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. ജസ്റ്റ് കൂടി വെക്കാനുണ്ട്. അതൊക്കെ ചെയ്യാം. കുറച്ച് വുഡ് സെറ്റ് ആക്കിയിട്ട് ആൻഡ് നമുക്ക് മോളോട്ട് നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 ബെഡ് വെച്ച് ക്രാഫ്റ്റ് ടേബിൾ, ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇതുപോലെ അടുത്തുണ്ടല്ലേ, ജസ്റ്റ് നമുക്ക് ഒരു എന്തേലും ഏതൊരു വ്യൂ ഉണ്ടോ, അതോ മോഡ് ഏതൊരു ഓപ്ഷൻ ഓൺ ആക്കാൻ ഒരു ബ്രോ പറഞ്ഞു. അല്ല, അത് തന്നെ പറഞ്ഞു. ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് വേറൊരു മോഡ് കൂടി പറഞ്ഞു. എന്താ ലീഫിൻ്റെ മോഡ് നമ്മൾ ജസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒരു മോഡ് കൂടിയും പറഞ്ഞു. ആ മോഡ് ഞാൻ കുറേ തപ്പിയിട്ടും കാണുന്നില്ല. ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞു തരണം. ജസ്റ്റ് എല്ലാവരുടെ മോഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വില്ലേജ് വരുന്നത്. നമുക്ക് വില്ലേജ് പോയിട്ട് ജസ്റ്റ് ഒരു ബ്രീഡർ സെറ്റ് ചെയ്യണം. ബ്രീഡറിൻ്റെ കാര്യത്തിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാം. ഈ എപ്പിസോഡിൽ നമ്മൾ ബ്രീഡർ സെറ്റ് ചെയ്യുന്നില്ല. അടുത്ത എപ്പിസോഡിലായിട്ടാണ് ബ്രീഡർ സെറ്റ് ചെയ്യണത്. ജസ്റ്റ് ഈ എപ്പിസോഡിൽ നമ്മൾ ക്യാരറ്റ് കൊണ്ടുവന്ന് ഫാം ചെയ്യും. ജസ്റ്റ് ഫാം ചെയ്ത് കുറച്ച് ഒപ്പിച്ചിട്ട് ജസ്റ്റ് എന്നിട്ടാണ് നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോണത്. ജസ്റ്റ് ബ്രീഡർ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തുണ്ടോ മാപ്പും കാര്യങ്ങളുണ്ട് കുറച്ച്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക. അപ്പോൾ റോഡ് ടു 1K ആണ്, ഗൈസ്. എല്ലാവരും സപ്പോർട്ട്. യെസ്, ഇവിടെ എന്തെങ്കിലും 2 എമറാൾഡ് ഉണ്ട്. ജസ്റ്റ് അച്ചീവ്മെന്റ് കിട്ടി. മറ്റേ ബണ്ടിൽ മൂത്ത് നോക്കിക്കുന്നു. കേസ് കുറച്ച് കോൾഡനൊക്കെ ഉണ്ട്. എൻ്റെ അയൺകോളൊക്കെ അണ്ണനത് അവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്നൊന്നുമില്ല ഗൈസ്. ഹേവേൽ ഉണ്ട്. ആൻഡ് ഗൈസ് കുറച്ച് ഹേവേൽ മുറിച്ച് കിടക്കാം. നമുക്ക് ഫാമിൽ ഇതുണ്ടാക്കാൻ വേണ്ടി ഉപകാരമായിരിക്കും. ഇത് ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടല്ലേ, ക്യാരറ്റ് അല്ലേ? ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട, നമുക്ക് അത്യാവശ്യം വരുമായിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങോട്ടൊന്നും പോയി നോക്കാം ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഇതുണ്ട്. ഇവിടെ ക്യാരറ്റ് കിട്ടോ? ക്യാരറ്റ് കിട്ടി. അപ്പോൾ നമ്മളെ ബ്രീഡർ നാളെ തന്നെ ഉണ്ടാക്കും ഗൈസ്. പൊട്ടറ്റോ കിട്ടി, എല്ലാം കിട്ടി, ബീട്രൂട്ട് എല്ലാം കിട്ടി. അപ്പോൾ നാളെ തന്നെ നമ്മൾ എന്തായാലും ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ അല്ല, അടുത്തൊരു എപ്പിസോഡ്, നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഉണ്ടാക്കും. ഇവിടെ ആയിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ മറ്റേ ഫർണസിൻ്റെ ഏരിയ ആണ്. ജസ്റ്റ് ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഹലോ, എന്തല്ല, ഒന്നും ഇങ്ങോട്ട് വരുമോ? ഒരു കാര്യം പറയണ്ട. പരി വാ. അത് തന്നെ, നമുക്കൊരു കഥ പറഞ്ഞുതരാം. ഇങ്ങോട്ടാ, വേഗം വന്നാ ഇങ്ങോട്ടാ. എനിക്കൊരു കഥ പറഞ്ഞുതരാം. ഒരിടത്ത് ഇതൊന്നും എങ്ങനെ അടിക്കുക. ഒരിടത്ത് ഓക്കെ, കുറച്ച് അയണ് തരുമോ എനിക്ക്? ഇനി കുറച്ച് അയണാണ് ചോദിക്കുന്നത്. നമ്മളെ വില്ലേജ് ഹൗസിലൊക്കെ നോക്കോളാം. എനിക്ക് കുറച്ച് അയണ് മതി. എൻ്റെ ആക്സും പൊട്ടി. ഓക്കെ, ജസ്റ്റ് കിട്ടിയിട്ടുണ്ട് അയൺ. എത്ര ഉണ്ട് നോക്കട്ടെ. എത്ര ഉണ്ട്? 3 അയൺ ഉണ്ട്. ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ആവശ്യമുണ്ട് നമുക്ക്. ഫാം ഉണ്ടാക്കാനും കാര്യങ്ങളായിട്ട് ബക്കറ്റ് ആവശ്യമുണ്ട്. ജസ്റ്റ് എന്തായാലും നമുക്ക് ബേസിലേക്ക് വിടാം. ഗൈസ്, ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ബക്കറ്റിൽ വെള്ളം പാർന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ചൊരു ഏരിയ മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു ഫാമിംഗ് ലാൻഡ് സെറ്റ് ചെയ്യണം. എന്നിട്ട് ക്യാരറ്റ് നട്ട് വെക്കണം. അതാണ് ഇന്നത്തെ പരിപാടി.
ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കും. പിന്നെ ഇവിടെ ഒരു മൈനിങ് ഏരിയ ഞാൻ ഉണ്ടാക്കിയും അത് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ, അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പരിപാടികൾ. ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ കാശ് നമ്മൾ മൊത്തം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കിട്ടിയ ക്യാരറ്റും ക്രോപ്സും ഒക്കെ കുഴിച്ചിടാം. ജസ്റ്റ് ഇവിടെ കുറച്ച് വീറ്റിൻ്റെ സീഡുണ്ട്, അത് നട്ട് വെക്കാം. എന്നിട്ട് ഇതൊക്കെ വളർന്നിട്ട് വേണം അതൊരു ജസ്റ്റ് ഒരു ബ്രീഡർ സെറ്റാക്കാൻ. നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും സെറ്റാക്കും ഗൈസ്. അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ജസ്റ്റ് ഒരു അയൺ ഫാം ഉണ്ടാകും. അപ്പോൾ ഈ അടുത്ത് തന്നെ അയൺ ഫാം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജസ്റ്റ് ഈ ഒരു പുരേൻ്റെ അടുത്ത് നിൽക്കുന്നേരം തന്നെ വർക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയണും കാര്യങ്ങളൊക്കെ കിട്ടും. അയൺ കിട്ടിയിട്ട് അയൺ ആർമറായിട്ട് പിന്നെ ഒരു ട്രേഡിങ് ഹാൾ കൂടി സെറ്റാക്കിയാൽ ജസ്റ്റ് ഫുള്ള് നമുക്ക് OP ആക്കാൻ പറ്റും. ആൻഡ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു സീരീസിൽ നമ്മൾ ഡയമണ്ട് ജസ്റ്റ് ആർമറായിട്ട് വാങ്ങിയുള്ളൂ, മൈനിങ്ങിന് പോവില്ല. അങ്ങനെ സെറ്റ് ചെയ്യാം. മൈനിങ്ങിന് പോകുന്നതിനെക്കാട്ടും നല്ലത് വാങ്ങുന്നതാണ്. ജസ്റ്റ് നമുക്ക് മറ്റേ ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് കാണാം. ഗൈസ്, മൈനിങ് ഏരിയ ഞാനൊന്ന് ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാലോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഉറങ്ങട്ടെ പോയിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫാമും ജസ്റ്റ് ഒരു മൈനിങ് ഏരിയയും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ജസ്റ്റ് ഒരു വില്ലേജ് കണ്ടുപിടിച്ചു, പിന്നെ ഒരു ഫാം ഉണ്ടാക്കി, ഒരു ക്രോപ്സ് ഫാം, പിന്നെ ഒരു മറ്റേ മൈനിങ് ഏരിയ ഒന്ന് സെറ്റാക്കി. അത്രയേ ഉള്ളൂ ഗൈസ്.